In this class, we will discuss about Higgs boson and theory of universe, that is expanding universe. So first, we will consider the Higgs bosons. What are these Higgs bosons? That we will explain in this section. So until 1930s, all natural phenomena were explained by gravitational and electromagnetic force. 1930s വരെയുള്ള എല്ലാ ഫിസിക്കൽ ഫിനോമിനാസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള രണ്ട് ഫോഴ്സ് വെച്ചിട്ടാണ്. ഒന്ന് ഗ്രാവിറ്റേഷണൽ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സസ് വെച്ചിട്ടാണ് നമ്മൾ അപ് ടു 1930s വരെയുള്ള എല്ലാ ഫിസിക്കൽ ലോസ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫിനോമിനാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കാരണം വേറെയുള്ള ഫോഴ്സിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതുവരെയുള്ള എല്ലാ ഫിസിക്കൽ ഫിനോമിനാസും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. Okay, all natural phenomena were explained by gravitational and electromagnetic forces. Then these forces, these gravitational and electromagnetic forces, extend to infinity from the force center. നമ്മളൊരു മാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു M1 മാസ് കൺസിഡർ ചെയ്യാം. ഈ M1 മാസ് അടുത്ത M2 മാസ് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു മാസസ്. അപ്പോൾ ഇത് ആറ് കൺസിഡർ ചെയ്യും. ഈ ആറ് എന്ന് പറഞ്ഞത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു മാസസ്. ഈ ആറ് ഇൻഫിനിറ്റി വരെ ഈ ആറിന് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ അറ്റ് ഇൻഫിനിറ്റി വരെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എക്സിസ്റ്റ് ചെയ്യാം. ആ ഫോഴ്സ് വളരെ വീക്ക് ആയിരിക്കും, പക്ഷേ അതിന് അറ്റ് ഇൻഫിനിറ്റി വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, രണ്ട് ചാർജസിൻ്റെ ഇടയിലുള്ള ഫോഴ്സ്. അത് നമുക്ക് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലുള്ള രണ്ട് ചാർജസ് തമ്മിൽ ഫോഴ്സ് ഉണ്ടാവും. വളരെ കുറവായിരിക്കും ഫോഴ്സ്, വെൻ ദി ഡിസ്റ്റൻസ് വിൽ ബിക്കം ലാർജർ. പക്ഷേ അതിനെന്ത് ചെയ്യാൻ പറ്റും? അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ബോത്ത് ദീസ് ഫോഴ്സസ് എക്സ്റ്റെൻഡഡ് ടു ഇൻഫിനിറ്റി ഫ്രം ദി ഫോഴ്സ് സെൻറ്റർ. ഫോഴ്സ് സെൻറ്റർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന മാസിൻ്റെ ഇത് നമ്മൾ ഫോഴ്സ് സെൻറ്ററായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്കതിനെ ഇൻഫിനിറ്റി വരെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ആറ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു വരും. ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് അപ് ടു ഇൻഫിനിറ്റി. അതാണ് ആ ഫോഴ്സിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന് ശേഷം വെൻ അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് ഫെനോമിന വർ എക്സ്പ്ലോർഡ്, ഇതിനുശേഷം നമ്മൾ ഹെവി ബോഡീസ് എല്ലാം കഴിഞ്ഞു. അതായത് ഹെവി ബോഡീസ് എന്ന് പറഞ്ഞാൽ എർത്ത്, അല്ലെങ്കിൽ സൺ, അല്ലെങ്കിൽ മാസ്, അത്യാവശ്യം മാസുള്ള ഒബ്ജക്ട്സുകൾ, നമ്മൾ റിയൽ ലൈഫിലുള്ള ഒബ്ജക്ട്സുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഒബ്ജക്ട്സുകളൊക്കെ നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ വെൻ വി ഗോ ടു ദി അറ്റോമിക് സ്കെയിൽ, ആറ്റംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സം അറ്റോമിക് പാർട്ടിക്കിൾസ്, ന്യൂക്ലിയസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, ഇലക്ട്രോൺസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഫിനോമിന നമുക്ക് ഈ ഗ്രാവിറ്റേഷണൽ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് ഫിനോമിനാസ്, അതുപോലുള്ള ഒരുപാട് ഇതിൻ്റെ അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫിനോമിനാസ് പിന്നീട് കണ്ടുപിടിച്ചപ്പോൾ, എക്സ്പ്ലോർ ചെയ്തപ്പോൾ, ടു മോർ ഫോഴ്സസ് ആൾസോ കെയിം ഇൻ ടു പിക്ചർ. ഓക്കെ, രണ്ട് അഡീഷണൽ ആയിട്ട്, ഈ രണ്ട് ഫോഴ്സിന് അഡീഷണൽ ആയിട്ട് രണ്ട് അതർ ഫോഴ്സസ്, two other forces were also came into picture, which are weak force and strong nuclear force. രണ്ട് ഫോഴ്സിനും കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റിയതാണ് വീക്ക് ഫോഴ്സും അതുപോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും. ഇതിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഹോൾഡിംഗ് ന്യൂക്ലിയസ് ടുഗദർ ഇൻ ന്യൂക്ലിയസ്, ന്യൂക്ലിയോൺസ് ടുഗദർ ഇൻ ന്യൂക്ലിയസ്. ഓക്കെ, സോ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നമുക്കറിയാം പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ട്. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുക. ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രോട്ടോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ പ്രോട്ടോൺസിനെല്ലാം പോസിറ്റീവ് ചാർജാണുള്ളത്, അല്ലേ? പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്യും. അങ്ങനെ റിപ്പൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ന്യൂട്രോൺസും ഉണ്ടാവും. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് പ്രോട്ടോൺസ് തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. അങ്ങനെ എല്ലാ പ്രോട്ടോൺസും തമ്മിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനവിടെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഈ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകാനുള്ള കാരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ ഉണ്ട്, അതിന് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ പ്രോട്ടോൺ ഉണ്ട്, അതിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ ഉണ്ടാകുന്ന ഈ ഫോഴ്സ് റിപ്പൾഷൻ, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂക്ലിയസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് രണ്ട് പ്രോട്ടോൺസ് അകൽന്നു പോകും. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഓക്കെ, ന്യൂക്ലിയസിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഷുഡ് ബി അനദർ ഫോഴ്സ്, വിത്ത് ദാറ്റ് ഫോഴ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്.
ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാണ്, അതായത് കുളുംബിക് ഫോഴ്സിനേക്കാണ് കൂടിയൊരു ഫോഴ്സ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ന്യൂക്ലിയസ് എക്സിസ്റ്റ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അത് വളരെ സ്ട്രോങ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാണ് കൂടുതലാണ്. അതുകൊണ്ടാണ് അതിന് രണ്ട് സെയിം ചാർജുള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ പ്രോട്ടോൺസിനെ പരസ്പരം കമ്പൈൻ ചെയ്ത് നിർത്താൻ പറ്റുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ. സോ ദിസ് ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഹോൾഡിംഗ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ടുഗദർ ഇൻ ന്യൂക്ലിയസ്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ നമുക്കുള്ളത് വീക്ക് ഫോഴ്സ് ആണ്. വീക്ക് ഫോഴ്സ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഇൻ ബീറ്റ ഡി കെ പ്രോസസ്. ബീറ്റ ഡി കെ പ്രോസസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോഴ്സാണ് വീക്ക് ഫോഴ്സ്. ഈ രണ്ട് ഫോഴ്സസ് ആണ് പിന്നീട് കണ്ടെത്തിയത്. ഫസ്റ്റ് ആദ്യം നമുക്കുണ്ടായിരുന്ന രണ്ട് ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ കൂടെ പിന്നെ അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ള രണ്ട് ഫോഴ്സസ് ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതുപോലെ വീക്ക് ഫോഴ്സ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ രണ്ട് ഫോഴ്സുകൾ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതുപോലെ വീക്ക് ഫോഴ്സ്, ഇത് രണ്ടും ഷോർട്ട് റേഞ്ചാണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ പോലെ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ പോലെ ഇൻഫിനിറ്റി വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ അതിന് പറ്റില്ല. വളരെ ഷോർട്ടായിട്ടുള്ള റേഞ്ചിൽ, വളരെ കുറഞ്ഞ ഡിസ്റ്റൻസിൽ മാത്രമേ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ കേസിലാണെങ്കിൽ ഇതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ സൈസ് എന്ന് പറഞ്ഞത് 10⁻⁻15 മീറ്ററാണ് വരും, അതായത് 1 ഫെംറ്റോമീറ്റർ. അപ്പോൾ ഈ 1 ഫെംറ്റോമീറ്റർ അല്ലെങ്കിൽ 1 × 10⁻15 മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ന്യൂക്ലിയർ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും ചെറിയ റേഞ്ചിൽ മാത്രമേ നമുക്ക് ഈ ഫോഴ്സുകളെ ഒബ്സർവ് ചെയ്യാം. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അതുപോലെ വീക്ക് ഫോഴ്സിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. അൺലൈക്ക് ഗ്രാവിറ്റേഷണൽ ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അപ് ടു ഇൻഫിനിറ്റി വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് രണ്ടും ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ്. ഇനി നമ്മളിതിൻ്റെ സ്ട്രെങ്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്ട്രോങ് ഫോഴ്സും നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് സ്ട്രെങ്ത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ്. സോ ഇത് സ്ട്രോങ് ഫോഴ്സ് ആണ് FS. FE എന്ന് പറഞ്ഞത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. പിന്നെ FW എന്ന് പറഞ്ഞത് വീക്ക് ഫോഴ്സ് ആൻഡ് FC എന്ന് പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. 1:10⁻²10⁻5:10⁻38. അപ്പോൾ ഫസ്റ്റത്തെ സ്ട്രോങ് ഫോഴ്സ് നമ്മൾ 1 ആക്കി എടുക്കുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞത് 10⁻², അതായത് 0.001 ആയിരിക്കും. 0.01 ആയിരിക്കും അതിൻ്റെ സ്ട്രെങ്ത് വരും, ഇത് 1 ആണെങ്കിൽ. അതുപോലെ ഇവിടെ വരുമ്പം ഇത് 10⁻⁵ ആണ്, അപ്പോൾ 0.00001 അത്രയായിരിക്കും അതിൻ്റെ സ്ട്രെങ്ത്, അതായത് വീക്ക് ഫോഴ്സിൻ്റെ സ്ട്രെങ്ത്. ഇനി നമ്മൾ ഗ്രാവിറ്റേഷനിൽ പോകുമ്പോൾ അത് വളരെ കുറവായിരിക്കും, 10⁻38 ആസ് കമ്പയർ ടു ദി സ്ട്രോങ് ഫോഴ്സ്. അപ്പോൾ 1 ആക്കി എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മളെ അതിൻ്റെ റേഷ്യോസ്. 1:10⁻²10⁻5:10⁻38. സോ ഇത്രയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് വരിക ആസ് കമ്പയർ ടു ദി സ്ട്രോങ് ഫോഴ്സ്. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ വീക്കായിരിക്കും. സ്ട്രോങ് ഫോഴ്സാണ് ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സ്. Then scientists thought that all these forces must be a manifestation of same force or same principle. Okay, a manifestation of one principle, and tried to combine them together, and this is called as unified field theory. അത് സയൻറ്റിസ്റ്റ് ഈ ഫോഴ്സ് കണ്ടെത്തിയതിന് ശേഷം, അപ്പം നമുക്ക് ടോട്ടൽ 4 ഫോഴ്സസ് ഉണ്ട്. ഈ 4 ഫോഴ്സസും ഒരു പ്രിൻസിപ്പിളിൻ്റെ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ തന്നെ ഒരു സെയിം പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു സെയിം പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞെങ്കിൽ, എന്നിട്ട് അതിനെ എല്ലാം കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം, ഒരൊറ്റ ഫോമിലേക്ക് കമ്പൈൻ ചെയ്ത് മാറ്റാൻ പറ്റുമെന്നാണ് സയൻറ്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ഫോഴ്സിനെയും, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, വീക്ക് ഫോഴ്സ്, സ്ട്രോങ് ഫോഴ്സ്, ഈ 4 ഫോഴ്സിനെയും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഇക്വേഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫൈഡ് ഫീൽഡ് തിയറി. എല്ലാ ഫോഴ്സിനെയും നമ്മൾ യൂണിഫൈ ചെയ്യും, ഒരൊറ്റ ഇക്വേഷൻ്റെ ഉള്ളിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന സയൻറ്റിസ്റ്റ് were thought that all these forces are manifestation of the same principle or one principle.
സോ അതിങ്ങനെയാണെങ്കിൽ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ് ഈ ഫോഴ്സസ് എങ്കിൽ നമുക്ക് ആ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എല്ലാ ഫോഴ്സിനെയും ഒരൊറ്റ ഇക്വേഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ തിയറിനെ വിളിക്കുന്ന പേരാണ് യൂണിഫൈഡ് ഫീൽഡ് തിയറി. എല്ലാ ഫോഴ്സിനെയും കൂടി നമ്മൾ ഒറ്റ ഫോഴ്സായിട്ട് യൂണിഫൈ ചെയ്യും. ഇനി തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് സ്ട്രോങ്, വീക്ക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ്. ഇതിലുള്ള 3 ഫോഴ്സുകൾ ഏതൊക്കെയാണ്? സ്ട്രോങ്, വീക്ക്, അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻസ്. ഈ 3 ഫോഴ്സസ് നമ്മൾ എന്ത് ചെയ്തു? വെൽ സ്റ്റഡീഡ് ആണ്. വിച്ച് ആർ വെൽ സ്റ്റഡീഡ്. തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഓഫ് ഓൾ ദീസ് 3 ഫോഴ്സസ്, സ്ട്രോങ്, വീക്ക് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സസ്, ആർ വെൽ സ്റ്റഡീഡ് ആൻഡ് ദേ ആർ യൂണിഫൈഡ് ആസ് സിമിലർ ഫോഴ്സ്. ഈ 3 ഫോഴ്സിനെയും ഈ 3 ഫോഴ്സിനെ തിയററ്റിക്കലി നമുക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കറിയാം. അതിന് ഓരോ ഫോഴ്സിനും തിയററ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഫോഴ്സിൻ്റെയും തിയററ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? യൂണിഫൈ ചെയ്തു. ഈ 3 നമ്മൾ യൂണിഫൈ ചെയ്തു. ആ 3 യൂണിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു ഫീൽഡിനെ നമ്മൾ ആ തിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മോഡൽ. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഉള്ളിൽ ഈ 3 ഫോഴ്സും കൂടി യൂണിഫൈഡ് ആണ്. ഒരൊറ്റ ഇക്വേഷനിൽ നമുക്ക് ഈ 3 ഫോഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. Okay, so the unified theory of these 3 forces or these 3 interactions are known as standard model. Is known as standard model. Okay. ഈ 3 ഫോഴ്സസിനെ യൂണിഫൈ ചെയ്തിട്ടുള്ള തിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് മോഡൽ. ഇതിൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരില്ല. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ തിയററ്റിക്കൽ പാർട്ട് കംപ്ലീറ്റ് നമുക്കറിയില്ല. അതുകൊണ്ട് അതിനെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. സോ സ്റ്റാൻഡേർഡ് മോഡലിൽ നമുക്ക് 3 ഫോഴ്സസിനെ നമ്മൾ യൂണിഫൈ ചെയ്തിട്ടുള്ളൂ. ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇതുവരെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇഫ് യു ഇൻക്ലൂഡ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൾസോ ഇൻസൈഡ് ദിസ് യൂണിഫൈഡ് തിയറി, നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് മോഡൽ പ്ലസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി, GUT. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് മോഡൽ പ്ലസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനാണ് നമ്മൾ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റാൻഡേർഡ് മോഡൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഉള്ളിൽ ഈ സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം പറയുന്നത് all the particles or all the objects in the world which are built up by 2 sets of particles. 2 ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ് എല്ലാ ഒബ്ജക്റ്റിനെയും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് സ്റ്റാൻഡേർഡ് മോഡൽ വെച്ചിട്ട് പറയുന്നത്. ഈ 2 പാർട്ടിക്കിൾസ് ആണ് ക്വാർക്സ് ആൻഡ് ലെപ്റ്റോൺസ്. ക്വാർക്സും ലെപ്റ്റോൺസും വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ഒബ്ജക്റ്റിനെയും ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് സ്റ്റാൻഡേർഡ് മോഡലിൽ പറയുന്നത്, തിയറി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ക്വാർക്സ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഈ ക്വാർക്സ് എന്ന് പറയുന്നത്. അതിൽ അപ്പ് കോർക്ക്, ഡൗൺ കോർക്ക്, അങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്വാർക്സും അതുപോലെ ഈ ലെപ്റ്റോൺസ് നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലെപ്റ്റോൺസ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഇലക്ട്രോണും ന്യൂട്രോണും ലെപ്റ്റോൺസിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ കൂടി കോമ്പിനേഷൻ, ഓക്കെ, ഇലക്ട്രോൺസും ക്വാർക്സും കൂടി വെച്ചിട്ടാണ് നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ, നമ്മൾ ഇന്ന് കാണപ്പെടുന്ന എല്ലാ പാർട്ടിക്കിൾസിനെയും അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെയും ഉണ്ടാക്കിയിട്ടുള്ള ഈ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണെന്നാണ് സ്റ്റാൻഡേർഡ് മോഡൽ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിൽ തന്നെ ക്വാർക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറിയാണ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്. ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് ക്വാണ്ടം ക്രോമോഡൈനാമിക്സ്. ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്നാണ് നമ്മൾ ക്വാർക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറി. അതുപോലെ തന്നെ ലെപ്റ്റോൺസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, ലെപ്റ്റോൺസിൻ്റെ തിയററ്റിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറിയാണ് ഇലക്ട്രോ വീക്ക് തിയറി. ഇലക്ട്രോ വീക്ക് തിയറി. അപ്പോൾ ഇലക്ട്രോ വീക്ക് തിയറി വെച്ചിട്ടാണ് നമ്മൾ ലെപ്റ്റോൺസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുപോലെ ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് വെച്ചിട്ടാണ് നമ്മൾ ക്വാർക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, തിയററ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 തിയറിയും വെച്ചിട്ടാണ് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ 2 തിയറിയും ആണ് സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ ഉള്ളിൽ വരിക. ഓക്കെ, അപ്പോൾ ബേസിക്കലി സ്റ്റാൻഡേർഡ് മോഡൽ പറഞ്ഞ എല്ലാ പാർട്ടിക്കിൾസിനെയും എല്ലാ ഒബ്ജക്റ്റിനെയും ഉണ്ടാക്കിയിട്ടുള്ളത് ക്വാർക്സ് അല്ലെങ്കിൽ ലെപ്റ്റോൺസ് വെച്ചിട്ട് ആണ്. ഈ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഡിഫറെൻറ്റ് ഫോഴ്സസിൻ്റെ യൂണിഫിക്കേഷൻ,
സ്ട്രോങ് വീക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ യൂണിഫിക്കേഷനാണ് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നത്. ഇനി അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനിപ്പോൾ സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 4 ഫോഴ്സിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാവിറ്റേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഗ്രാൻഡ് യൂണിഫിക്കേഷൻ തിയറി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് 4 ഫോഴ്സിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ മാത്തമെറ്റിക്കൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ എക്സ്പ്ലനേഷൻ്റെ മാത്തമെറ്റിക്കൽ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ മാത്തമെറ്റിക്കൽ ആസ്പെക്ട്സ് നോക്കാം. Okay, in order to make standard model of quarks and leptons to be consistent with to be mathematically consistent ആവണം എന്നുണ്ടെങ്കിൽ, okay, in order to make the standard model of quarks and leptons to be mathematically consistent എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുന്ന തിയററ്റിക്കൽ വർക്ക് നമ്മൾ ഒറിജിനൽ യൂണിവേഴ്സിൻ്റെ സ്ട്രക്ചർ അത് കോയിൻസൈഡ് ആണെങ്കിൽ അതിനെ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്കലി അത് പ്രൂവ്ഡ് ആയെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും റിലേറ്റഡ് അല്ലെങ്കിൽ രണ്ടും ശരിയാണെങ്കിൽ, അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ചില കണ്ടീഷൻസ് ആവശ്യമാണ്. ആ ആവശ്യ അനുസരണം പീറ്റർ ഹിഗ്സ് പ്രൊപ്പോസ്ഡ് എ ന്യൂ ഫീൽഡ് എക്സിസ്റ്റ് എവരിവെയർ ഇൻ സ്പേസ് വിച്ച് ഈസ് കോൾഡ് ആസ് ഹിഗ്സ് ഫീൽഡ്. അപ്പോൾ ഇത് മാത്തമാറ്റിക്കലി കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട്, മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ശരിയാവാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ ശരിയാവാൻ വേണ്ടിയിട്ട് പീറ്റർ ഹിഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് പുതിയൊരു ഫീൽഡ് പ്രൊപ്പോസ് ചെയ്യാണ്, ഒരു ന്യൂ ഫീൽഡ്. ആ ഫീൽഡ് എക്സിസ്റ്റ് ഇൻ എവരിവെയർ ഇൻ സ്പേസ്. ഓക്കെ, സ്പേസിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു ഫീൽഡ്, ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫീൽഡാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ ഫീൽഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദി പാർട്ടിക്കിൾ അക്വയർസ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് മാസ് വെൻ ദേ ഇൻട്രാക്ട് വിത്ത് ഹിഗ്സ് ഫീൽഡ്. ഹിഗ്സ് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ് അതിന് നമ്മളെ പാർട്ടിക്കിൾസിന് മാസ് ഉണ്ടാവുന്നത് എന്നാണ് പീറ്റർ ഹിഗ്സ് പ്രൊപ്പോസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ യൂണിവേഴ്സിൽ ആകെ ഒരു ഫീൽഡ് കൺസിഡർ ചെയ്യുക, ലെറ്റ്സ് സേ സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു ഫീൽഡ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിഗ്സ് ഫീൽഡ്. ഈ ഹിഗ്സ് ഫീൽഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഈ ഹിഗ്സ് ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഹിഗ്സ് ഫീൽഡും ഈ പാർട്ടിക്കിളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പാർട്ടിക്കിളിന് മാസ് ഉണ്ടാവുന്നത് എന്നാണ് പീറ്റർ ഹിഗ്സ് പ്രൊപ്പോസ് ചെയ്യുന്നത്. then only it will acquire its characteristic mass. അപ്പോൾ ഈ ഹിഗ്സ് ഫീൽഡിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ പാർട്ടിക്കിളിന് മാസ് ഉണ്ടാകുന്നതെന്നാണ് ഈ പീറ്റർ ഹിഗ്സ് പ്രൊപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇൻട്രാക്ഷൻ ഈസ് മീഡിയേറ്റഡ് ബൈ എ ന്യൂ കൈൻഡ് ഓഫ് പാർട്ടിക്കിൾ. ഈ വരുന്ന പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ വരുന്ന ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റും അതുപോലെ ഈ ഹിഗ്സ് ഫീൽഡും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഈ ഫീൽഡും ഈ പാർട്ടിക്കിളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നടക്കണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്റിംഗ് പാർട്ടിക്കിൾ വേണം. ആ പാർട്ടിക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിഗ്സ് ബോസോൺ. അപ്പോൾ ഈ ഫീൽഡും വരുന്ന പാർട്ടിക്കിൾ, ഈ ഫീൽഡിലേക്ക് കടന്നു വരുന്ന പാർട്ടിക്കിൾ നമ്മളെ ഇൻട്രാക്ഷൻ, ആ ഇൻട്രാക്ഷൻ മീഡിയേറ്റ് ചെയ്യുന്ന അനദർ പാർട്ടിക്കിൾ, ഒരു ന്യൂ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഓക്കെ, ആ പാർട്ടിക്കിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിഗ്സ് ബോസോൺ. അപ്പോൾ ഇനി ഈ ഹിഗ്സ് ബോസോൺ പ്രൊപ്പോസ് ചെയ്തതേ ഉള്ളൂ, അതുപോലെ ഹിഗ്സ് ഫീൽഡ് പ്രൊപ്പോസ് ചെയ്തോളൂ. അപ്പോൾ ഹിഗ്സ് ബോസോൺ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡലിനെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഹിഗ്സ് ഫീൽഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സ്റ്റാൻഡേർഡ് മോഡൽ മാത്തമാറ്റിക്കലി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഗ്സ് ഫീൽഡ് കൊണ്ടുവന്നിട്ടുള്ളത്, പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഹിഗ്സ് ഫീൽഡ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഹിഗ്സ് ബോസോൺ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ പ്രൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ക്വാർക്സും ലെപ്റ്റോൺസും വെച്ചിട്ടാണ് ടോട്ടൽ ഒബ്ജക്റ്റുകളെ, യൂണിവേഴ്സിലുള്ള ടോട്ടൽ ഒബ്ജക്ട്സുകളെ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹിഗ്സ് ബോസോൺ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാം. ഹിഗ്സ് ബോസോൺ ഉണ്ടെങ്കിൽ ഹിഗ്സ് ഫീൽഡ് ഉണ്ട്, ആ ഹിഗ്സ് ഫീൽഡിലേക്ക് പാർട്ടിക്കിൾസ് വരുമ്പോഴാണ് അതിന് മാസ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹിഗ്സ് ഫീൽഡ് പ്രൊപ്പോസ് ചെയ്തത് പീറ്റർ ഹിഗ്സ് ആണ്. അത് പ്രൊപ്പോസ് ചെയ്യാനുള്ള കാരണം സ്റ്റാൻഡേർഡ് മോഡൽ മാത്തമാറ്റിക്കലി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, കൺസിസ്റ്റൻ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. അപ്പം മാത്തമാറ്റിക്കലി കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഹിഗ്സ് ഫീൽഡ് വേണം. ഹിഗ്സ് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ഹിഗ്സ് ബോസോൺ ഓൾസോ എക്സിസ്റ്റ്. അപ്പോൾ ഹിഗ്സ് ബോസോൺ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഹിഗ്സ് ബോസോൺ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, സോ ദി discovering Higgs boson and knowing its properties will be a major step in validating standard model. അപ്പോൾ
ഹിഗ്സ് ബോസോൺ കണ്ടെത്തുക അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റാൻഡേർഡ് മോഡൽ വാലിഡേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് മോഡൽ ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് ഒരു മേജർ സ്റ്റെപ്പായിരിക്കും ഹിഗ്സ് ബോസോണിൻ്റെ ഡിസ്കവറി. അപ്പോൾ അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കവറി അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു ആക്സിലറേറ്റർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് വിച്ച് ഈസ് അറ്റ് സേൺ ഇൻ സ്വിറ്റ്സർലാൻഡിലുള്ള സേണിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേരാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഹിഗ്സ് ബോസോണിൻ്റെ പ്രസൻസ് ഹിഗ്സ് ബോസോൺ ഉണ്ടോ ഇല്ലയെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിക്കും, കൊളൈഡ് ചെയ്യിക്കും, എന്നിട്ട് ഈ ഹിഗ്സ് ബോസോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ആണ് നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് വേ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വിച്ച് ഈസ് സെറ്റപ്പ് ദിസ് സെറ്റപ്പ് ഈസ് ഇൻ സേൺ ഇൻ ന്യൂസിലാൻഡ് ഇൻ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, സോ അത്രയാണ് ഹിഗ്സ് ബോസോണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് യൂണിവേഴ്സിൻ്റെ തിയറിയാണ്. തിയറി ഓഫ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. സോ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. ഒറിജിൻ ഓഫ് യൂണിവേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില തിയറീസിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഐൻസ്റ്റൈൻസ് കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത്. ഐൻസ്റ്റൈൻസ് കോൺട്രിബ്യൂഷൻ ഇൻ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ ഐൻസ്റ്റൈൻസ് കോൺട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഐൻസ്റ്റൈൻ ആദ്യം ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് ഐൻസ്റ്റൈൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. അതാണ് എന്ത് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്? ബിഗ് ബാങ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഐൻസ്റ്റൈൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രൊഡിക്റ്റഡ് ദാറ്റ് യൂണിവേഴ്സ് ബിഗൻ വിത്ത് എ ബിഗ് ബാങ്. ഒരു ബിഗ് ബാങ്ങിലൂടെയാണ് യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഐൻസ്റ്റൈൻസ് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഐൻസ്റ്റൈൻ്റെ. പിന്നെ ഡിഫറെൻറ്റ് ഫീൽഡ് ഇക്വേഷൻസ് സോൾവ് ചെയ്തതിലൂടെ ഐൻസ്റ്റൈൻ മനസ്സിലാക്കിയത് ഇതൊരു എക്സ്പാൻഡിങ് യൂണിവേഴ്സാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ഇക്വേഷൻസ് ഫീൽഡ് ഇക്വേഷൻസ് സോൾവ് ചെയ്തിട്ട് യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണ് എന്നാണ് ഐൻസ്റ്റൈന് ലഭിച്ചത്. മാത്തമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പാൻഡിങ് യൂണിവേഴ്സാണ്. ബട്ട് ഹി ബിലീവ്ഡ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് സ്റ്റാറ്റിക്. യൂണിവേഴ്സിന് എക്സ്പാൻഷൻ ഇല്ല, അല്ലെങ്കിൽ യൂണിവേഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള പിന്നെ ചേഞ്ച് ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്നാണ് ഐൻസ്റ്റൈൻ എന്ത് ചെയ്ത് ബിലീവ് ചെയ്ത് നമുക്കൊരു ഐൻസ്റ്റൈൻ വിശ്വസിച്ചത്. അതുകൊണ്ട് ഈ തിയററ്റിക്കലി ഐൻസ്റ്റൈൻ ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ് വിച്ച് റിസൾട്ടഡ് ഇൻ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്. നമ്മൾ കാൽക്കുലേഷനൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എക്സ്പാൻഡിങ് യൂണിവേഴ്സാണ് കിട്ടിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബിലീവ് പ്രകാരം അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റാറ്റിക് യൂണിവേഴ്സാണ്. അപ്പോൾ അത് സ്റ്റാറ്റിക് വൺ ആണെന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിന്നിട്ട് അദ്ദേഹം സ്റ്റാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ പുതിയ ഒരു ആൻറ്റി ഗ്രാവിറ്റി ഫോഴ്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ അതെങ്ങനെ അതിൻ്റെ ഒറിജിനൽ സൈസിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാണ് ഐൻസ്റ്റൈന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചത്. ഇതിന് നമ്മൾ ഐൻസ്റ്റൈൻസ് ബ്ലണ്ടർ എന്ന് വിളിക്കും. ഓക്കെ, കാരണം ഇത് പിന്നീട് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എക്സ്പാൻഡിങ് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പ്രൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ രണ്ടാമത്തത് ആഫ്റ്റർ സോൾവിങ് ഫീൽഡ് ഇക്വേഷൻ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, ബട്ട് ബിക്കോസ് ഓഫ് ഹിസ് ബിലീഫ് ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് സ്റ്റാറ്റിക് ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ടേം വിച്ച് ഈസ് ആൻറ്റി ഗ്രാവിറ്റി ഫോഴ്സ് ആൻഡ് he tried to make the universe as a static universe ആയിട്ട് യൂണിവേഴ്സിൻ്റെ ഇതിൻ്റെ ഒറിജിൻ, അതുപോലെ തന്നെ ഇതിൻ്റെ കറണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഐൻസ്റ്റൈൻ പ്രപ്പോസ് ചെയ്തത്. Okay, so he claimed that the space-time had an inbuilt tendency to expand, and this could be made to balance exactly the attraction of all matters so that the static universe would result. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്പേസ് ടൈമിന് സ്വന്തമായിട്ട് എക്സ്പാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, പക്ഷേ ഡ്യൂ ടു ദി അട്രാക്ഷൻ ഓഫ് ഓൾ അതർ മാറ്റേഴ്സ് this can be balanced and that will result in static universe. സ്റ്റാറ്റിക് യൂണിവേഴ്സിലാണ് അത് റിസൾട്ട് ഫൈനലി ഉണ്ടാവുക എന്നാണ് ഐൻസ്റ്റൈൻ പ്രപ്പോസ് ചെയ്തത്. ഇതിനുശേഷം ഫ്രീഡ്മാൻസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഫ്രീഡ്മാൻസ് മോഡൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഫ്രീഡ്മാൻ പ്രപ്പോസ് ചെയ്താണ്. ഹി ഹാസ് രണ്ട് അസംഷൻസ് ആണ് ഫ്രീഡ്മാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തത് ദി യൂണിവേഴ്സ് ലുക്സ് ഐഡന്റിക്കൽ ഇൻ വിച്ച് എവർ ഡയറക്ഷൻസ് വി ലുക്ക്.
നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് യൂണിവേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഏത് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും യൂണിവേഴ്സ് ലുക്ക് ഐഡൻറ്റിക്കൽ. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ട്രൂ ഇഫ് വി വർ ഒബ്സർവിങ് ദി യൂണിവേഴ്സ് ഫ്രം എനിവർ എൽസ്. ഇനിയിപ്പോൾ യൂണിവേഴ്സിൻ്റെ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വേറെ ഏതെങ്കിലും സൈഡിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, ഏത് പോയിന്റിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് സെയിം കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും ഉണ്ടാവുക, അതായത് ഐഡൻറ്റിക്കൽ തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ട്രൂ ഇഫ് വി വർ ഒബ്സർവിങ് ദി യൂണിവേഴ്സ് ഫ്രം എനിവർ എൽസ്. ഈ രണ്ട് അസംഷനാണ് ഫ്രീഡ്മാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇൻ 1922 ത്രൂ ദിസ് അസംഷൻസ് ഇൻ 1922 ഫ്രീഡ്മാൻ ഷോഡ് ദാറ്റ്, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഉണ്ട്, അതൊന്നും നമ്മൾ കവർ ചെയ്യുന്നില്ല. So through that different mathematical steps, he showed that the universe is not static. Universe static അല്ല എന്നാണ് ഫ്രീഡ്മാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡിങ്, ഇറ്റ് ക്യാൻ ബി കൺവേർജിങ്. അങ്ങനെയാണ് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റാറ്റിക് അല്ല, അത് എക്സ്പാൻഡിങ് ആവാം കൺവേർജിങ് ആവാം, രണ്ട് രീതിയിലും വരാമെന്നാണ് അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്തത്, ഫ്രീഡ്മാൻ. അതിനുശേഷം എഡ്വിൻ ഹബിൾ പ്രൂവ്ഡ് ദാറ്റ് യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. എഡ്വിൻ ഹബിളാണ് പിന്നീട് യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണെന്ന് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഫ്രീഡ്മാൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡിങ് ഓർ കോൺട്രാക്റ്റിങ്, അത് ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഐൻസ്റ്റീൻ മോഡൽ പ്രകാരം നമുക്കിതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സാണ്. നമ്മൾ ടൈം ആൻഡ് സ്പേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഐൻസ്റ്റീൻസ് മോഡൽ വരിക. ഓക്കെ, സോ ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് സ്പേസിൽ പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അതിങ്ങനെ സ്റ്റാറ്റിക് ആയിരിക്കും. ഈ ഒരു സൈസാണ് ഉണ്ടാവുക യൂണിവേഴ്സിന്, ഈ രണ്ട് അടിച്ച്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും ബാക്കിയുള്ള ഗാലക്സീസും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ആസ് ടൈം ഗോസ് ദിസ് വിൽ ബി സെയിം. സ്പേസ് ഈസ് നോട്ട് എക്സ്പാൻഡ്, യൂണിവേഴ്സ് ഈസ് നോട്ട് എക്സ്പാൻഡ്. പക്ഷേ ഫ്രീഡ്മാൻസ് അസംഷനിൽ ഇതും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡ്, ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനീഷ്യലി ഇത്രയേ ഉള്ളെങ്കിൽ സ്പേസ് എങ്കിൽ പിന്നെ ഇങ്ങനെ ഇത് എക്സ്പാൻഡ് ചെയ്ത് ആസ് ടൈം ഇൻക്രീസസ് ദിസ് ക്യാൻ ബി എക്സ്പാൻഡഡ് ഓർ ഇറ്റ് ക്യാൻ ബി കൺവേർജ്ഡ്. ഓക്കെ, ഇനീഷ്യലി ലാർജ് ആയിട്ടുള്ളത് കൺവേർജ് ചെയ്തിട്ട് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നേക്കാണ് സ്പേസ് കുറഞ്ഞിട്ട് കൺവേർജ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഫ്രീഡ്മാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി കൺവേർജ്ഡ് ഓർ എക്സ്പാൻഡ്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ പിന്നീട് എഡ്വിൻ ഹബിൾ പ്രൂവ്ഡ് ദാറ്റ് ദി യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്, യൂണിവേഴ്സ് എക്സ്പാൻഡിങ് ആണെന്നാണ് പിന്നീട് പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രീഡ്മാൻ്റെ കൺസെപ്റ്റ് പിന്നീട് 1965 വീണ്ടും പ്രൂവ് ചെയ്തു ബൈ യൂസിങ് ദിസ് വാസ് ഡൺ ബൈ this was given by Arnaud Penzias and Robert Wilson. സോ ഇവർ രണ്ടും പിന്നീട് ഇത് പ്രൂവ് ചെയ്തു. അതായത് രണ്ട് പിന്നെ ഇതിൽ അഗെയിൻ എക്സ്പെരിമെൻ്റലി കൺഫേം ചെയ്തു. അർണോ പെൻസിയാസും അതുപോലെ തന്നെ റോബർട്ട് വിൽസൺ ഇവർ രണ്ടുപേരും കൂടി എക്സ്പെരിമെൻ്റലി വിച്ച് കൺഫേംഡ് ദി ടു അസംഷൻസ് മെയ്ഡ് ബൈ ഫ്രീഡ്മാൻ by noting the microwave radiations coming equally from all directions with their sensitive microwave detector. അതായത് ഈ ഡിഫറെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സ് ഒബ്സർവ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് വരുന്ന മൈക്രോവേവ്സ് ഒബ്സർവ് ചെയ്തിട്ട് ഈ രണ്ട് അസംഷനും സെയിം ആണ്. അതായത് യൂണിവേഴ്സ് നമ്മൾ എവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, എന്നുള്ള അസംഷൻ, ഈ രണ്ട് അസംഷൻസും ഈ രണ്ട് അസംഷനും എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തു. ഓക്കെ, ആ എക്സ്പെരിമെൻ്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത മൈക്രോവേവ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൈക്രോവേവ് ഡിറ്റക്ടർ വെച്ചിട്ട് ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്നുള്ള മൈക്രോവേവ്സ് ഒബ്സർവ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് സെയിം. ഓക്കെ, സോ ദേ എക്സ്പെരിമെൻ്റലി കൺഫേംഡ് ദീസ് ടു അസംഷൻസ് മെയ്ഡ് ബൈ ഫ്രീഡ്മാൻ. അഗെയിൻ ജോർജ് ഗാമോ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ്, ഇദ്ദേഹം ഫ്രീഡ്മാൻ്റെ സ്റ്റുഡൻ്റാണ്, ജോർജ് ഗാമോ. So George Gamow also he predicted or suggested that if we are living in an expanding universe, ബിഗ് ബാങ്കിന് ശേഷമുള്ള ഒരു യൂണിവേഴ്സിലാണ് നമ്മളെങ്കിൽ നമുക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ഗ്ലോ,
അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്ലോഷൻ്റെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ ഈ ഡയറക്ഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇഫ് വി ഗോ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ വി ക്യാൻ സീ വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ ദി പാസ്റ്റ്. ഓക്കെ, അതാണ് ഗാമോ പ്രൊപ്പോസ് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് ബോബ് ഡിക്സൺ ആൻഡ് ജിം ബോബ് ഡിക്സണും ജിം പീപ്പിൾസും ദേ ഓൾസോ ഒബ്സർവ് ദി സെയിം. കാരണം പിന്നീട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന ലൈറ്റിനെ ഒബ്സർവ് ചെയ്തു. ബിക്കോസ് ഓഫ് ലൈറ്റ് കമ്മിങ് ഫ്രം വെരി ഡിസ്റ്റൻറ്റ് പാർട്ട് ഓഫ് ഇറ്റ് വുഡ് ഓൺലി ജസ്റ്റ് ബി റീച്ചിങ് അസ് നൗ. ഓക്കെ, ഇവിടുന്ന് ഇപ്പോൾ എക്സ്പ്ലോഷൻ നടന്നിട്ട് ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ചില ലൈറ്റ്സ് ഒക്കെ ഇപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ലൈറ്റ് ഒബ്സർവ് ചെയ്തിട്ടാണ് പിന്നെ ഈ സയൻറ്റിസ്റ്റുകൾ ഡിക്സൺ ആൻഡ് ജിം പീപ്പിൾസ് അതെന്ത് ചെയ്തിട്ടുള്ളത്, വെരിഫൈ ചെയ്തിട്ടുള്ളത് ഈ ഗാമോൻ്റെ ഹൈപ്പോത്തസിസ്. ആൻഡ് ദേ ഓൾസോ വെരിഫൈഡ് ഫ്രീഡ്മാൻസ് എക്സ്പ്ലനേഷൻസ്. സോ ഇത്രയും ഭാഗമാണ് എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഓഫ് ഫ്രീഡ്മാൻസ് തിയറി ഓഫ് എക്സ്പാൻഡിങ് യൂണിവേഴ്സിറ്റി വരുന്നത്. Expanding അല്ല, changing. This is not static. Then in Friedman's model, galaxies are moving directly away from each other. Okay, so Friedman's model പ്രകാരം galaxies moving away from each other ആണ്. നമ്മൾ തിയററ്റിക്കലി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഗാലക്സീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ മോഡലിൽ ഓരോ ഗാലക്സീസും പരസ്പരം അകന്നു പോകുന്ന രീതിയിലാണ് ഫ്രീഡ്മാൻസ് മോഡലുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് സംവെയർ ഇൻ ദി പാസ്റ്റ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ എക്സ്പ്ലോഷൻ നടന്നേക്കാം. ആ എക്സ്പ്ലോഷൻ വഴിയാണ് ഇത് ഓരോ ഗാലക്സീസും ഓരോന്നും മറ്റൊന്നിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ആൻഡ് അഗെയിൻ ഇറ്റ് ഈസ് സപ്പോർട്ടിങ് ദി ബിഗ് ബാങ് തിയറി. ഫ്രീഡ്മാൻസ് ഹൈപ്പോത്തസിസ് ഓൾസോ സപ്പോർട്ടിങ് ദി ബിഗ് ബാങ് തിയറി. ഓക്കെ, ഫ്രീഡ്മാൻസ് എക്സ്പ്ലനേഷൻ ബിഗ് ബാങ് തിയറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ ബിഗ് ബാങ് തിയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്രീഡ്മാൻസ് ഹൈപ്പോത്തസിസ് വരുന്നത്, എക്സ്പാൻഡിങ് യൂണിവേഴ്സ് വരുന്നത്. ഓൺലി ഡിഫറൻസ് ഫ്രം ഐൻസ്റ്റീൻ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഐൻസ്റ്റീൻ അതിനെ ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. എക്സ്പ്ലോഷൻ കഴിയുന്നു, എന്നിട്ട് ഒരു യൂണിവേഴ്സ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള യൂണിവേഴ്സ് ഉണ്ടാവുന്നു. പക്ഷേ അത് സ്റ്റാറ്റിക് അല്ല, അതായത് നോൺ സ്റ്റാറ്റിക് ആണ്, അല്ലെങ്കിൽ അത് പിന്നെ ചേഞ്ചിങ് ആണ്. ഓക്കെ, ചേഞ്ചിങ് ആണെന്നാണ് ആര് പറഞ്ഞത്, ഫ്രീഡ്മാൻ പറഞ്ഞത്. ഇറ്റ് ക്യാൻ ബി എക്സ്പാൻഡിങ് ഓർ ഇറ്റ് ക്യാൻ ബി ഡൈവേർജിങ്, ഇറ്റ് ക്യാൻ ബി കൺവേർജിങ്. ഓക്കെ, then Edwin Hubble come and proved that it is expanding, and many other scientists also experimentally proved that Friedman's theory is correct, experimentally proved. Okay, so finally we have an expanding universe. ഇനി ഇതിന് ശേഷം ഈ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ ഓഫ് യൂണിവേഴ്സ് ക്യാൻ reduce the heat, or it cause reducing. Expansion of universe causes reduction in temperature. Okay, temperature കുറയും. കാരണം നമ്മൾ പിന്നെ ഫസ്റ്റ് എക്സ്പ്ലോഷൻ നടന്നിട്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് എക്സ്പ്ലോഷൻ നടന്നിട്ട് ഈ യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇത് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഇവിടെ ഭയങ്കര ഹോട്ടായിരിക്കും, ഹൈ എനർജിയാണ്, ഹൈ ടെമ്പറേച്ചറാണ്. ആ എക്സ്പ്ലോഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ സഞ്ചരിച്ച് ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു, യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡിഫറെൻറ്റ് ഗാലക്സീസ്, ഒരു ഗാലക്സി മറ്റൊരു ഗാലക്സിയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, so first we are considering Big Bang, and after Big Bang the temperature is reducing, and during that time, okay, Big Bang നടന്ന ഉടനെ 1 സെക്കൻഡിന് ശേഷം 1 സെക്കൻഡ് അതിൻ്റെ ഉള്ളിൽ, ഓക്കെ, 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ particles moving very high with very high velocity, അല്ലെങ്കിൽ particles are moving very fast so that they cannot interact each other. ഓക്കെ, രണ്ട് പാർട്ടിക്കിൾസിന് പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും സ്പീഡിലാണ് അത് തമ്മിൽ ഓരോ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ഇൻട്രാക്ഷൻ നടക്കുന്നില്ല, വളരെ ഹൈ വെലോസിറ്റിയിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദിസ് ഹൈ വെലോസിറ്റി ഓർ ഹൈ എനർജി ഈസ് ലാർജർ ദാൻ ദി സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനേക്കാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനേക്കാണൊക്കെ ലാർജർ ആയിട്ടുള്ള ഒരു എനർജി. ആ ഫോഴ്സിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജിയാണ് ഈ പാർട്ടിക്കിൾസിന് ബിഗ് ബാങ് നടന്ന ഉടനെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുക, ഇത് രണ്ടും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ, ഇത് രണ്ടും അട്രാക്ട് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ അട്രാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സ്ലോ ആയിട്ട് പോകണം.
ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാണ്, ഇതും വളരെ ഫാസ്റ്റ് ആയിട്ട് പോവാണെങ്കിൽ ഇത് രണ്ടും അടുത്തുകൂടെ പോയി കഴിഞ്ഞാലും ദേ വിൽ നോട്ട് അട്രാക്ട് ബിക്കോസ് ദേ ആർ ഹാവിങ് വെരി ഹൈ എനർജി ആൻഡ് ടു ഓവർകം ദാറ്റ് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയർ അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് പോകാനുള്ള ഒരു എനർജി അതിനുള്ളതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, ഇൻട്രാക്ഷൻ നടക്കില്ല അറ്റ് ഹൈ ടെമ്പറേച്ചർ. ബിഗ് ബാങ്ക് നടന്ന പൊട്ടിത്തെറി നടന്ന ഉടനെ. ഓക്കെ, ആൻഡ് ഡ്യൂറിങ് ദിസ് ടൈം ദേ ക്യാൻ കൊളൈഡ്. ഇത് രണ്ടും കൊളൈഡ് ചെയ്യാൻ പറ്റും, പക്ഷേ രണ്ടും ഇതിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല. രണ്ടും തമ്മിൽ അട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് രണ്ട് അട്രാക്റ്റീവാണ്. ആ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടും അടുത്തടുത്ത് ഇങ്ങനെ നിൽക്കും, അതായത് ഇതൊരു ബൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഓക്കെ, പക്ഷേ ഇത് നടക്കൂല, കാരണം ഹൈ എനർജി ഉണ്ട്. ഈ പാർട്ടിക്കിൾ അഗെയിൻ മൂവ്സ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ ബിക്കോസ് ഓഫ് ഹൈ എനർജി. ദേ ക്യാൻ ക്രോസ് ദിസ് അട്രാക്ഷനെ ഓവർകം ചെയ്തിട്ട് പോകാനുള്ള എനർജി ഉണ്ട്. പക്ഷെ അത് രണ്ടും കൊളൈഡ് ചെയ്യാം, രണ്ടും ഈ പോയിന്റ് വന്നിട്ട് കൊളൈഡ് ചെയ്യാം. കൊളൈഡ് ചെയ്യുന്ന സമയത്ത് പുതിയ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് വിൽ റിസൾട്ട് ഇൻ സം അതർ പാർട്ടിക്കിൾസ്. ദേ ക്യാൻ പ്രൊഡ്യൂസ് സം അതർ പാർട്ടിക്കിൾസ് ആൻഡ് ദെയർ ആൻറ്റി പാർട്ടിക്കിൾസ്. ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ദേ വിൽ പ്രൊഡ്യൂസ് പാർട്ടിക്കിൾസ് ആൻറ്റി പാർട്ടിക്കിൾസ് പെയർ. പാർട്ടിക്കിൾ ആൻഡ് ആൻറ്റി പാർട്ടിക്കിൾ പെയറാണ് ഉണ്ടാവുക. അത് ഈ രണ്ട് പാർട്ടിക്കിൾ അവിടെ അനീലേഷൻ, ഇതിന് നമ്മളെ പെയർ പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുക. ഈ രണ്ട് പാർട്ടിക്കിൾസ്, ഹൈ എനർജി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യുന്നു, എന്നിട്ട് പുതിയ പാർട്ടിക്കിൾ ഉണ്ടാകുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സ് വൈ എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൺസിഡർ ചെയ്യുക. എക്സ് പാർട്ടിക്കിൾ മൂവിങ് ആൻഡ് വൈ പാർട്ടിക്കിൾ കമ്മിങ് ആൻഡ് കൊളൈഡിങ് വിത്ത് ദിസ് എക്സ് പാർട്ടിക്കിൾ, ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ ലൈക്ക് സെഡ് ആൻഡ് സെഡ് ബാർ. സോ സെഡ് എന്ന് പറഞ്ഞത് പാർട്ടിക്കിൾ ആയിരിക്കും, സെഡ് ബാർ എന്ന് പറഞ്ഞത് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പം അങ്ങനെ പെയർ പ്രൊഡക്ഷൻ നടക്കാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട് രണ്ടും കൂടി കൊളൈഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഈ രണ്ട് പാർട്ടിക്കിൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാവില്ല, കാരണം ദേ ആർ ഹാവിങ് ഹൈ എനർജി, ദേ വിൽ ഓവർകം ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേജിൽ ബിഗ് ബാങ് കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നത് ഈ ഒരു പെയർ പ്രൊഡക്ഷൻ ആൻഡ് പെയർ അനീലേഷൻ ആണ്. ഇനി ഈ രണ്ട് പാർട്ടിക്കിൾ വീണ്ടും കണ്ടുമുട്ട് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂടി ചേർന്നിട്ട് ഗാമ റേസ്, അതായത് ഈ റേഡിയേഷൻസ് പുറത്തു വിടും, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പുറത്തു വിടും. രണ്ടും അനീലേറ്റ് ചെയ്തു, അതായത് പാർട്ടിക്കിൾ പിന്നെ ഉണ്ടാവില്ല, അതിന് പകരം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ വെൻ ദിസ് പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ ഇൻട്രാക്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ പെയർ അനീലേഷൻ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ 1 സെക്കൻഡിന് ശേഷം ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു 10,000 into 10⁶ degree, which means 10,000 million degree. ഇത്രയും ആയിക്കഴിഞ്ഞാൽ 10,000 million degree ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? Again that temperature will be dropped from very high temperature to this 10,000 million degree. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്തുള്ള പാർട്ടിക്കിൾസിന് എന്തായിരിക്കും? വിച്ച് വിൽ ബി ഹാവിങ് ലെസ് എനർജി. ടെമ്പറേച്ചർ കുറഞ്ഞതുകൊണ്ട് അതിന് ലെസ് എനർജി ആയിരിക്കും, എനർജി കുറയും, ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ഇൻട്രാക്ടിങ് ഈച്ച് അതർ. ആ സമയത്ത് ഇൻട്രാക്ഷന് പോസിബിൾ ആണ്. ആ സമയത്ത് മിക്കവാറും ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാവല് ഫോട്ടോൺസ്, മോസ്റ്റ്ലി ഫോട്ടോൺസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇലക്ട്രോൺസ്, അതുപോലെ ന്യൂട്രിനോ, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, അങ്ങനെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ. Okay, again if you further decrease, when the universe expands, again when the universe expand ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വീണ്ടും ടെമ്പറേച്ചർ കുറയുന്ന ഈ എക്സ്പാൻഷൻ്റെ സമയത്ത് വീണ്ടും ടെമ്പറേച്ചർ കുറയും. ദ റേറ്റ് ഓഫ് ഇലക്ട്രോൺ ആൻറ്റി ഇലക്ട്രോൺ പെയർ that is produced will be less than that of പെയർ അനീലേഷൻ. പെയർ അനീലേഷനേക്കാളും കുറവായിരിക്കും പെയർ പ്രൊഡക്ഷൻ. അതുകൊണ്ട് കുറച്ച് ഇലക്ട്രോൺസ് മാത്രമേ ഇവിടെ ലെഫ്റ്റായി വരും, ഫ്യൂ ഇലക്ട്രോൺസ് ലെഫ്റ്റ് ആവും, ബാക്കിയുള്ളതെല്ലാം അനീലേറ്റ് ചെയ്ത് പോകും. അതായത് ഇലക്ട്രോൺ ഒരു പോസിട്രോണായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇത് അനീലേറ്റ് ചെയ്തിട്ട് ഗാമ റേഡിയേഷൻസ് പുറത്തേക്ക് വരും, പാർട്ടിക്കിൾസ് ഇല്ലാതെയാവും. അപ്പോൾ ആ ഒരു അനീലേഷൻ പ്രോസസ്സായിരിക്കും കൂടുതൽ ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ട്, പെയർ പ്രൊഡക്ഷൻ കുറയും. അതുകൊണ്ട് ഫ്യൂ ഇലക്ട്രോൺസ് ആർ ലെഫ്റ്റ്. വീണ്ടും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇലക്ട്രോൺസ് ലെഫ്റ്റ് ആവും, കുറച്ച് ഇലക്ട്രോൺസേ ബാക്കി ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള എല്ലാം അനൈലേഷൻ നടന്നിട്ട് ഫോട്ടോൺസ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഓർത്തൊക്കെണ്ടാണ് ന്യൂട്രിനോസ് ആൻഡ് ആൻറ്റി ന്യൂട്രിനോസ്. അത് നമ്മളിവിടെ പറഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫോട്ടോൺസ്, ഇലക്ട്രോൺസ്, ന്യൂട്രിനോ, പ്രോട്ടോൺ, ന്യൂട്രോൺ ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസ് ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുക ത്രൂ പെയർ പ്രൊഡക്ഷൻസ്. ആൻഡ് ദെൻ വി ആർ ഹാവിങ് ദിസ് ന്യൂട്രിനോ ആൻഡ് ആൻറ്റി ന്യൂട്രിനോ. ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ദേ ആർ ഇൻട്രാക്ടിങ് വെരി വീക്ക്ലി.
ഓക്കെ, അത് പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നതാണ്, വളരെ വീക്ക്ലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്, വീക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് എക്സിസ്റ്റ് ചെയ്യും. ഇലക്ട്രോണെ പോലെ കുറച്ചല്ല, ഒരുപാടെണ്ണം എക്സിസ്റ്റ് ചെയ്യുക നമുക്കിപ്പോഴും ഒബ്സർവ് ചെയ്യാൻ പറ്റും. ന്യൂട്രിനോ ആൻഡ് ആൻറ്റി ന്യൂട്രിനോ, they are very huge amount. Okay, because they will not interact strongly, they are weakly interacting particles. അതുകൊണ്ട് അത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് അനിലേറ്റ് ചെയ്ത് പോകില്ല. അതുകൊണ്ട് കുറേ എണ്ണം അവിടെ ബാക്കിയുണ്ടാവും. പക്ഷേ ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ they will interact strongly, so they will not there will be only few electrons and positrons will be left. Again, if you consider that universe is expanding and after 100 seconds from this big bang, ഒരു 100 സെക്കൻഡ് ഒക്കെ കഴിഞ്ഞാൽ, 100 സെക്കൻഡിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വിച്ച് വിൽ ബി അറൌണ്ട് 1000 മില്യൺ ഡിഗ്രി, 1000 മില്യൺ ഡിഗ്രി ആയിട്ട് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുന്നു, കുറയുന്നു. ഓക്കെ, വെരി ഹൈ ടെമ്പറേച്ചറിന് 1000 മില്യൺ ഡിഗ്രീസ് ആയിട്ട് കുറയുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ വിൽ കമ്പൈൻ ടുഗദർ. ദിസ് പ്രോട്ടോൺ, നമ്മൾ പറഞ്ഞ പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും ദേ വിൽ നോട്ട് ബി ഹാവിങ് മച്ച് എഫിഷ്യൻറ്റ് എനർജി, ബിക്കോസ് ടെമ്പറേച്ചർ ഇപ്പോൾ വളരെ കുറവാണ്. ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ട് എനർജി കുറയും. ആർക്ക് എനർജി കുറയും? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എനർജി വളരെ കുറവായിരിക്കും. സോ ദാറ്റ് ദേ കനോട്ട് എസ്കേപ്പ് ഫ്രം ദാറ്റ് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഒരു പ്രോട്ടോൺ ഇവിടെ വരുന്നു, ഒരു ന്യൂട്രോൺ ഇവിടെ വരുന്നു. ഇത് രണ്ടും കൂടി അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ടാവും. ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഇതിനെ രണ്ടിനും കൂടിയും ബൈൻഡ് ചെയ്ത് വെക്കും. They are attracting each other and they will be bind together. Okay, and they cannot escape. ഇതിന് ഇനി പ്രോട്ടോണിന് പുറത്തേക്ക് ന്യൂട്രോണിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം അതിൻ്റെ എനർജി കുറവാണ്. ഈ ഫോഴ്സിനെ ക്രോസ് ചെയ്തിട്ട് ഓവർകം ചെയ്തിട്ട് പോകാനുള്ള എനർജി ഇല്ല, കാരണം ടെമ്പറേച്ചർ വളരെ കുറവാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചർ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ വളരെ കുറവാണ്. So they will form this proton neutron combined form. Okay, and what is this? This is your nucleus. പ്രോട്ടോണും ന്യൂട്രോണും കൂടി ചേർന്നിട്ടുള്ള അവസ്ഥയാണ് ന്യൂക്ലിയസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോട്ടോൺസും ന്യൂട്രോൺസും കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പ്രോട്ടോണും ന്യൂട്രോണും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ന്യൂക്ലിയസ് ആണ് ഡ്യൂട്ടീരിയം. ന്യൂക്ലിയസ് ആണ് നമുക്ക് ആദ്യം കിട്ടുക, വിച്ച് കൺസിസ്റ്റ് ഓഫ് 1 പ്രോട്ടോൺ ആൻഡ് 1 ന്യൂട്രോൺ. ഒരു ന്യൂട്രോണും ഒരു പ്രോട്ടോണും മാത്രമുള്ള ന്യൂക്ലിയസ് ആണ് ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഫോം ചെയ്യുന്നത് ഈ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് ആണ്. പിന്നെ ഡ്യൂട്ടീരിയം ന്യൂക്ലിയസ് കമ്പൈൻ ചെയ്തിട്ട് ദേ വിൽ കമ്പൈൻ ഈച്ച് അതർ ആൻഡ് ദാറ്റ് വിൽ ഫോം, അതായത് മോർ നമ്പർ ഓഫ് ന്യൂട്രോൺസും പ്രോട്ടോൺസും കമ്പൈൻ ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ രണ്ട് ന്യൂട്രോൺസ് വന്നിട്ട് കമ്പൈൻ ചെയ്യണം, ഇവിടെ വീണ്ടും കമ്പൈൻ ചെയ്യും. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഹീലിയം ന്യൂക്ലിയസ്, റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ഹീലിയം ന്യൂക്ലിയസ് വരുമ്പോൾ അതിൽ 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും അങ്ങനെയാണ് വരും. അപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഇനി ഹീലിയം ന്യൂക്ലിയസ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ, പിന്നെ ഈ പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ ഫോർ നെക്സ്റ്റ് ഫ്യൂ മില്യൺസ് ഓഫ് ഇയേഴ്സ് യൂണിവേഴ്സ് എക്സ്പാൻഡ് വിത്തൗട്ട് മച്ച് ചേഞ്ച്. പ്രത്യേകിച്ച് വലിയൊരു ചേഞ്ച് ഒന്നും ഇല്ലാതെ ഹീലിയം ഫോർമേഷൻ നടക്കുന്നുണ്ടാവും, പക്ഷേ വേറെ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ്. ദെൻ വെൻ ദി ടെമ്പറേച്ചർ ഡ്രോപ്സ് ടു അബൌട്ട് ഫ്യൂ തൗസൻഡ്സ് ഓഫ് ഡിഗ്രീസ്, പിന്നെ അത് കുറഞ്ഞ് ഒരു സം തൗസൻഡ്സ് ഓഫ് ഡിഗ്രീസ് ആയി കഴിഞ്ഞാൽ then the electron and nucleus had no energy to overcome the electromagnetic or electrostatic force. Electrostatic force-നെ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല. ഓക്കെ, ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു പോകുന്നു. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺസും ഈ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഇതിലിപ്പോൾ നമ്മൾ സ്ട്രോങ് ഫോഴ്സ് വെച്ചിട്ടാണ് നമുക്ക് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഇലക്ട്രോണും ഇതും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ആസ് യു നോ ദാറ്റ് ദിസ് ടു ആർ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഇത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും ന്യൂക്ലിയസ്, പിന്നെ ഇത് ഇലക്ട്രോൺ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതുവരെ ഈ ഇലക്ട്രോണും ഈ ഒരു ന്യൂക്ലിയസിനും ഉണ്ടാകുന്ന എനർജി. പക്ഷേ വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പം ദെൻ ദിസ് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്, ദിസ് combined form of protons and neutrons, they cannot escape this electrostatic force. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. then this electron will be attached to this system and that will form an atom. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഇലക്ട്രോണും കൂടെ ഈ ഒരു സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് അങ്ങനെയാണ് ആറ്റംസ് ഉണ്ടാകുന്നത്. ആദ്യമായിട്ട് ആറ്റംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയസ് ആദ്യം ഫോം ചെയ്ത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പിന്നീട് ഇലക്ട്രോൺസിന് അതുവരെ ഹൈ എനർജി ഉണ്ട്, വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വന്നു. അപ്പോൾ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും ത്രൂ ഇലക്ട്രോ മാഗ്നറ്റിക് ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്.
ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ ഓവർകം ചെയ്യാനുള്ള എനർജി ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ആറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഈ ഹീലിയത്തിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഹീലിയം ആയിട്ട് മാറുന്നു ഹൈഡ്രജൻസ്, ഈ ന്യൂക്ലിയസ് രണ്ട് ഡ്യൂട്ടീരിയം ആയിട്ട് പിന്നീട് ഹീലിയം ആയിട്ട് മാറുന്നു. ആൻഡ് ദിസ് പ്രോസസ്, ഈ ഓരോ പ്രോസസ്സിലും എനർജി റിലീസ് ഉണ്ടാവും. അത് നമ്മളെ സ്റ്റാറിലുള്ള എനർജി, നമുക്കറിയാം സണ്ണ് കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരുപാട് ഫ്യൂഷൻസ്, ദിസ് പ്രോസസ് ഈസ് നത്തിങ് ബട്ട് ഫ്യൂഷൻ. ഒക്കെ ഫ്യൂഷൻ നടക്കുന്നു, ഒരുപാട് എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർസ് നമുക്കിത് ഈ ഒരു പ്രോസസ്സിലൂടെ ആണ് ഫോം ചെയ്യുന്നത്. So within only few hours of Big Bang, the production of helium and other elements would have stopped, and after that, for a million years, the universe would have just continued expanding without anything much happening. Okay. And eventually, once the temperature had dropped a few thousand degrees, the electrons and nuclei no longer had enough energy to overcome the electromagnetic interaction, and that will form, and so that the electrons will be attached to this nuclei, and then that will form atoms. Okay. പിന്നീട് വീണ്ടും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർസ് ഫോം ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദി മാസ്. ഹെവി മാസുള്ള കേസിൽ, ഹെവി മാസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ കേസിൽ മാസ്, കൂടുതൽ മാസ് സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഫോം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, മോർ മാസീവ് സ്റ്റാർസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, they need to be better balance this strong gravitational attraction, and that makes the nuclear fusion reaction proceed so much more rapidly. Okay, സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് വീണ്ടും കൂടുതൽ ഹെവി മാസ് ഉള്ള സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും, ഹെവി മാസ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനുകൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ്. ഈ സ്റ്റാർ ഫോർമേഷൻ അല്ലെങ്കിൽ നമ്മുടെ പറയാം ജസ്റ്റ്. ഓക്കെ, സോ ദി ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഗ്യാസ് ഇൻ ഗാലക്സീസ് വുഡ് ബ്രേക്ക് അപ്പ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗാലക്സീസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഗ്യാസസ് ഫോം ചെയ്യും. ഈ ഗാലക്സിയിൽ ഫോം ചെയ്തിട്ടുള്ള, ഡിഫറെൻറ്റ് ഗാലക്സീസിൽ ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഹൈഡ്രജൻ ആൻഡ് ഹീലിയം അത് ബ്രേക്കപ്പ് ചെയ്തിട്ട്, and that these contracted, and these atoms within them, this hydrogen and helium atoms, they collide each other. Okay, these atoms, hydrogens avate, helium avate, adu collide one after other collide cheyan thodangum, and the temperature of the gas would increase, and that will eventually becomes very hot. Idu temperature കുറഞ്ഞിട്ട് ഈ ഗ്യാസ് സ്റ്റേറ്റിൽ നിന്ന് മാറി ഇത് പിന്നെ പരസ്പരം ഹൈഡ്രജനും ഹീലിയവും പരസ്പരം കൊളൈഡ് ചെയ്യാൻ തുടങ്ങും. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ടെമ്പറേച്ചർ, ആൻഡ് ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്, ആൻഡ് ദാറ്റ് വിൽ ബിക്കം വെരി ഹോട്ട്. Okay, and within this hotness, that nuclear fusion will happen. Nuclear fusion reaction will start, and this would convert the hydrogen into more helium, and that heat given off would rise the pressure, and so stops the cloud from contracting any further. Okay, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കും. ഇതുവഴിയാണ് നമുക്ക് കൂടുതൽ ഹൈഡ്രജൻ പിന്നീട് ഹീലിയം ആയിട്ട് മാറുന്നത്. ഈ പ്രോസസ്സാണ് നമുക്ക് സണ്ണിലൊക്കെ ഒബ്സർവ് ചെയ്യുക. ഹൈഡ്രജൻ ഹീലിയമായിട്ട് മാറുന്ന ആ പ്രോസസ്സ്, അത് ഒരുപാട് എനർജി റിലീസ് ചെയ്യും. ആ എനർജിയാണ് നമുക്ക് ലൈറ്റിൻ്റെ ഫോമിലേക്ക് നമുക്ക് എർത്തിലൊക്കെ വരുന്നത്. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്ന എനർജിയാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഈ സ്റ്റേറ്റിൽ ഒരുപാട് കാലം ഇതിങ്ങനെ നിൽക്കും. ഈ ഹൈഡ്രജൻ ടു ഹീലിയം കൺവേർഷനിൽ ഒരുപാട് കാലം നിൽക്കും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സണ്ണിലും ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഹെവി മാസുള്ള സ്റ്റാർസ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ഈ ഫ്യൂഷൻ ഒരു സസ്റ്റൈൻഡ് ഫ്യൂഷൻ അല്ല, പെട്ടെന്ന് നടക്കുന്ന ഒരു ഫ്യൂഷനാണ്. ഹെവി മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ ആസ് എ റിസൾട്ട് ദി സെൻട്രൽ റീജിയൻ ഓഫ് ദി സ്റ്റാർസ്, ഹെവി മാസ്ഡ് ആയിട്ടുള്ള സ്റ്റാർസിൻ്റെ സെൻട്രൽ റീജിയൻ വളരെ ഡെൻസ് ആവുകയും, ആൻഡ് ദാറ്റ് വിൽ റിസൾട്ട് ഇൻ ന്യൂട്രോൺ സ്റ്റാർ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ
ന്യൂട്രോൺ സ്റ്റാർ ഒക്കെ ആയിട്ട് മാറും. ഹെവി മാസ് ഉള്ള കേസ് കൺസിഡർ ചെയ്യുക, ഹെവി മാസ് ഉള്ള സ്റ്റാർസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നടക്കുക. ഓക്കെ, അത് ന്യൂട്രോൺ സ്റ്റാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ ഒക്കെ ആയിട്ട് മാറും. കാരണം അതിന്റെ സെൻട്രൽ പോർഷൻ ഓഫ് ദോസ് സ്റ്റാർസ് വിൽ ബിക്കം മോർ ഡെൻസ്. ഇനി ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലക്സീസ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതെല്ലാം നടക്കും. എന്നിട്ട് വീണ്ടും ആ സ്റ്റാർസിൽ നിന്ന് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ എർത്ത് പിന്നെ ഫോം ചെയ്യുന്നത്, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഫോം ചെയ്യുന്നത്, ഒരു ലിവിങ് പ്ലാനറ്റായിട്ട് എർത്ത് മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ നമുക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ എക്സ്പ്ലോഷൻ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ ഇത് വളരെ ഡെൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചില ഭാഗത്ത് മോർ നമ്പർ ഓഫ് ഗാലക്സീസ് എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ഗാലക്സീസ് അല്ല, മോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇവിടെ ചിലപ്പോൾ അത് ലെസ് ആയിരിക്കും, വിച്ച് മീൻസ് യൂണിവേഴ്സിൻ്റെ ചില ഭാഗങ്ങളിൽ ഡെൻസും ചില ഭാഗങ്ങളിൽ ലെസ് ഡെൻസും ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഹൈ ഡെൻസിലി പാക്ഡ് ആയിട്ടുള്ള പോർഷൻസ് ദേ വിൽ നോട്ട് എക്സ്പാൻഡ് ദാറ്റ് മച്ച് ഈസിലി ബിക്കോസ് ദേ വിൽ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ പോർഷൻ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യില്ല ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. പക്ഷേ ഈ ഭാഗങ്ങളിൽ പെട്ടെന്ന് ഈ പാർട്ടിക്കിൾസ്, ഈ ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ദേ ആർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ particles or objects, and they are very much attracted through gravitational force. So അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പാൻഷൻ ദിസ് വിൽ എക്സ്പ്ലോഡ്. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് കമ്പണൻസ് ആയിട്ട് മാറും. എക്സ്പ്ലോഷൻ ബൈ ഡിഫറെൻറ്റ് കമ്പണൻസ് ആയിട്ട് മാറും. ഈ എക്സ്പ്ലോഷൻ നടക്കുന്ന സമയത്ത് സം ഓഫ് ദിസ് എക്സ്പ്ലോഷൻ വിൽ റിസൾട്ട് സ്പിന്നിങ് ഓഫ് ദിസ് ഒബ്ജക്ട്സ് ഓർ പാർട്ടിക്കിൾസ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആഫ്റ്റർ എക്സ്പ്ലോഷൻ ഇത് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കൊരു റൊട്ടേറ്റിംഗ് കറക്റ്റ് സർക്കുലർ ഷേപ്പിലായിട്ടുള്ള ഗാലക്സീസ് ആണ് നമുക്ക് ഫോം ചെയ്യുക. ഓക്കെ, ചില സമയത്ത് നമുക്ക് ഇതേ സംഭവം തന്നെയാണ്, പക്ഷേ എലിപ്റ്റിക്കൽ ആയിട്ടാണ് ഈ റൊട്ടേഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു എലിപ്റ്റിക്കൽ ഫോമിലുള്ള ഒരു ഗാലക്സീസ് ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാലക്സീസ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാം. അതും കൂടെ അതിൽ വരുന്നതാണ്, റൊട്ടേറ്റിംഗ് ഗാലക്സീസ് ആസ് വെൽ ആസ് എലിപ്റ്റിക്കൽ ഗാലക്സീസ്. ഒന്നുമില്ല, പെർഫെക്റ്റ്ലി സർക്കിളായിട്ട് സ്പിൻ ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അത് നമ്മൾ സർക്കുലർ ഗാലക്സീസ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് എലിപ്റ്റിക്കൽ, ചില ഭാഗത്ത് മാസ് കൂടുതലും ചില ഭാഗത്ത് മാസ് കുറവാണെങ്കിൽ that will form this kind of elliptical kind of rotation, and that will form elliptical galaxies. So all this comes in within this explanation of expanding universe. നമ്മളൊരു ഓവറോൾ പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വായിച്ചു നോക്കി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. തിയററ്റിക്കലി നമ്മളതിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഓവറോൾ പിക്ചറാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തിയററ്റിക്കലി തിയററ്റിക്കൽ പാർട്ട് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ.